പ്രിയമുള്ള വിദ്യാർത്ഥികളെ, നിങ്ങൾക്കെല്ലാവർക്കും +2 ബിസിനസ് സ്റ്റഡീസ് ഓൺലൈൻ ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ബിസിനസ് സ്റ്റഡീസിൻ്റെ 4ാമത്തെ യൂണിറ്റ് 4ാമത്തെ ചാപ്റ്ററായ പ്ലാനിങ് എന്ന വാക്ക് നിങ്ങൾ കേട്ടതാണ്. ആസൂത്രണം. ഇതിനു മുമ്പ് നമ്മൾ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് പഠിച്ചപ്പോൾ മാനേജ്മെൻറ്റ് ഫങ്ഷൻസായിട്ട് പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ് ഇത് പഠിച്ചു. അതിൽ നമ്മൾ പ്ലാനിങ് എന്നുള്ളത് മാനേജ്മെൻറ്റിൻ്റെ 1ാമത്തെ ഫങ്ഷനായിട്ട്, അപ്പോൾ ഫസ്റ്റ് ഫങ്ഷൻ ഓഫ് മാനേജ്മെൻറ്റാണ്. മാനേജ്മെൻറ്റിൻ്റെ 1ാമത്തെ ഫങ്ഷനാണ്, ഏറ്റവും ആദ്യം ചെയ്യേണ്ട ഫങ്ഷനാണ് പ്ലാനിങ് അഥവാ ആസൂത്രണം എന്ന് പറയും. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ഓരോ പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ഒരാസൂത്രണം നടത്തും. വീട്ടിലൊരു വിവാഹം നടത്തുകയാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു വിനോദയാത്ര പോകുന്നു. ഇങ്ങനെ നമ്മൾ കൃത്യമായ എന്തെങ്കിലും ഒന്ന് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മളൊരു പ്ലാനിങ്, അത് ചെയ്യേണ്ട രീതി ഒന്ന് മനസ്സിൽ ചിന്തിക്കുന്നു. അപ്പോൾ പ്ലാനിങ് എന്ന് പറയുന്നത് ഒരു പ്രോസസ് ഓഫ് തിങ്കിങ് ബിഫോർ ഡൂയിങ് ആണ്. ചെയ്യുന്നതിന് മുമ്പ് ചിന്തിക്കലാണ്. നമ്മളൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പ്, ഇപ്പോൾ വിനോദയാത്ര പോകുന്നു, അപ്പോൾ അതിനു മുമ്പ് നമ്മൾ അതിനാവശ്യമായ കാര്യങ്ങൾ ചിന്തിക്കുന്നു. വീട്ടിലൊരു ചടങ്ങ്, വിവാഹ ചടങ്ങോ അല്ലെങ്കിൽ സൽക്കാരോ നടത്തുന്നു, അപ്പോൾ ആ ചടങ്ങിന് മുമ്പ് നമ്മൾ അതിന് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ മുൻകൂട്ടി തീരുമാനിക്കും. അപ്പോൾ ആ സൽക്കാര ചടങ്ങ്, വിവാഹ ചടങ്ങിൻ്റെ മുമ്പ് നമ്മൾ അതിനെക്കുറിച്ചുള്ള ഒരു എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് മുൻകൂട്ടി ചിന്തിക്കുന്നു. ഡിസൈഡിങ് ഇൻ അഡ്വാൻസ്, മുൻകൂട്ടി നമ്മൾ തീരുമാനിക്കുന്നു. അതിനാണ് നമ്മൾ പ്ലാനിങ് എന്ന് പറയുന്നത്. അപ്പോൾ പ്ലാനിങ് ഈസ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ്. പ്ലാനിങ് എന്ന് പറഞ്ഞാൽ മുൻകൂട്ടി തീരുമാനിക്കലാണ്. വാട്ട് ഈസ് ടു ബി ഡൺ, എന്താണ് ചെയ്യേണ്ടത്. വെൻ ഈസ് ടു ബി ഡൺ, എപ്പോഴാണ് ചെയ്യേണ്ടത്. ഹൗ ഈസ് ടു ബി ഡൺ, എങ്ങനെയാണ് ചെയ്യേണ്ടത്. ആൻഡ് ബൈ വൂം ഈസ് ടു ബി ഡൺ, ആരാലാണ് ചെയ്യപ്പെടേണ്ടത്. ഈ കാര്യങ്ങൾ മുൻകൂട്ടി തീരുമാനിക്കലാണ് പ്ലാനിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ദാറ്റ് ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് തിങ്കിങ് ബിഫോർ ഡൂയിങ്. ചെയ്യുന്നതിന് മുമ്പ് ചിന്തിക്കുന്ന പ്രക്രിയയാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അടുത്തായിട്ട് സ്ക്രീനിൽ ഹെൻറി ഫയോൾ എന്ന മാനേജ്മെൻറ്റ് ചിന്തകൻ, നമ്മൾ ഇതിനു മുമ്പുള്ള ചാപ്റ്ററിൽ പഠിച്ചതാണ് ഹെൻറി ഫയോളിനെ കുറിച്ച്. ഹെൻറി ഫയോൾ 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റിന് 14 തത്വങ്ങൾ, മാനേജ്മെൻറ്റ് തത്വങ്ങൾ പ്രദാനം ചെയ്ത മാനേജ്മെൻറ്റ് ചിന്തകനാണ് ഹെൻറി ഫയോൾ. അദ്ദേഹം നൽകിയ നിർവചനമാണ് പ്ലാനിങ് ഈസ് ഡിസൈഡിങ് ദി ബെസ്റ്റ് ആൾട്ടർനേറ്റീവ് എമംഗ് അതേഴ്സ് ടു പെർഫോം ഡിഫറൻറ്റ് മാനേജീരിയൽ ഓപ്പറേഷൻസ് ഇൻ ഓർഡർ ടു അച്ചീവ് ദി പ്രീ ഡിറ്റർമൈൻഡ് ഗോൾസ്. മുൻകൂട്ടി തീരുമാനിച്ച ലക്ഷ്യങ്ങൾ നേടാൻ വേണ്ടി വ്യത്യസ്ത മാനേജ്മെൻറ്റ് പ്രവർത്തനങ്ങൾ ചെയ്യാൻ ആവശ്യമായ നമ്മുടെ മുമ്പിലുള്ള കാര്യങ്ങളിൽ നിന്ന് ഏറ്റവും നല്ല ആൾട്ടർനേറ്റീവ്, ബെസ്റ്റ് ആൾട്ടർനേറ്റീവ് തിരഞ്ഞെടുക്കലാണ് പ്ലാനിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ, വളരെ സിമ്പിളായി പറഞ്ഞാൽ, അദ്ദേഹം പറയുന്നത് പ്ലാനിങ് ഈസ് ഡിസൈഡിങ് ദി ബെസ്റ്റ് ആൾട്ടർനേറ്റീവ് എമംഗ് അതേഴ്സ്. നമ്മുടെ മുമ്പിലുള്ള ചോയ്സുകളിൽ നിന്ന് ഏറ്റവും നല്ല ബദൽ, ഏറ്റവും നല്ല ആൾട്ടർനേറ്റീവ് തിരഞ്ഞെടുക്കലാണ് പ്ലാനിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് അടുത്തായിട്ട് ഈ പ്ലാനിങ് എന്നുള്ള ചുരുക്കി ഇവിടെ കൊടുത്തിട്ടുണ്ട്, സ്ക്രീനിൽ കാണുന്നുണ്ട്. ഡിസൈഡിങ് ഇൻ അഡ്വാൻസ്, മുൻകൂട്ടി തീരുമാനിക്കുക. വാട്ട് ഈസ് ടു ബി ഡൺ, ഹൗ ഈസ് ടു ബി ഡൺ, വെൻ ഈസ് ടു ബി ഡൺ, ഹൂ ഈസ് ടു ബി ഡൺ. ഇത് മുൻകൂട്ടി തീരുമാനിക്കലാണ് പ്ലാനിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ചാർട്ട് രൂപത്തിൽ കൊടുത്താണ്. ഇനി നമുക്ക് അടുത്തായിട്ട് ഇമ്പോർട്ടൻസ് ഓഫ് പ്ലാനിങ്, പ്ലാനിങ്ങിൻ്റെ പ്രാധാന്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം.
ഒന്നാമത് പ്ലാനിങ്ങിൻ്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ പ്ലാനിങ് കൊണ്ട് നമുക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ. നമ്മൾ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും അതിനു മുമ്പ് നമ്മൾ പ്ലാനിങ് നടത്തിയാൽ, ആസൂത്രണം നടത്തിയാൽ അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന കുറേ പ്രയോജനങ്ങളുണ്ട്. അതാണ് പ്ലാനിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്ലാനിങ് കൊണ്ട് നമുക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ. ഒന്ന്, പ്ലാനിങ് പ്രൊവൈഡ്സ് ഡയറക്ഷൻ. പ്ലാനിങ് നമ്മുടെ ഡയറക്ഷൻ ഫോർ ആക്ഷൻ. പ്ലാനിങ് നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ഒരു ദിശ നൽകുന്നു. നമ്മുടെ പ്രവർത്തനങ്ങൾ വൃഥാവിലായി പോവാതെ, വെറുതെ നഷ്ടപ്പെട്ടു പോവാതെ കൃത്യമായൊരു ദിശയിലേക്ക് മാത്രം, നമ്മുടെ ലക്ഷ്യത്തിലേക്ക് മാത്രം നമ്മുടെ പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന പ്ലാനിങ്ങാണ്, ആസൂത്രണം. ദിസ് എൻഷുവേഴ്സ് എഫക്റ്റീവ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് പ്ലാൻസ്. ഇത് നമ്മുടെ ഉണ്ടാക്കിയ ആ പ്ലാനുകളെ കൃത്യമായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ, പ്രവർത്തനത്തിൽ കൊണ്ടുവരാൻ നമ്മളെ സഹായിക്കുന്നു. ആൻഡ് ഡയറക്ഷൻ ഓഫ് എഫർട്ട് ടുവേഴ്സ് അറ്റൈൻമെൻറ്റ് ഓഫ് ഒബ്ജക്റ്റീവ്സ്. നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ ലക്ഷ്യം നേടാൻ വേണ്ടിയുള്ള ദിശയിലേക്ക്, ലക്ഷ്യത്തിൻ്റെ ദിശയിലേക്ക് നമ്മുടെ പ്രവർത്തനങ്ങളെ മുന്നോട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒബ്ജക്റ്റീവ്സ്, നമ്മുടെ ലക്ഷ്യങ്ങൾ, പ്ലാനിങ്ങിലാണ് നമ്മൾ ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യുന്നത്, ലക്ഷ്യങ്ങൾ ഉണ്ടാക്കുന്നത്. ഈ ലക്ഷ്യങ്ങളിലേക്ക് തന്നെ നമ്മുടെ പ്രവർത്തനങ്ങളെ കൊണ്ടുപോകും പ്ലാനിങ്, ആസൂത്രണം. ഇഫ് യു ഡോണ്ട് നോ വേർ യു ആർ ഗോയിങ്, എവിടെയാണ് പോകുന്നത് നിങ്ങൾക്കറിയില്ലെങ്കിൽ, നോ റോഡ് വിൽ ടേക്ക് യു ദർ, ഒരു റോഡും നിങ്ങളെ അവിടേക്ക് എത്തിക്കില്ല. അപ്പോൾ എവിടേക്കാണ് പോകേണ്ടത് അറിയില്ലെങ്കിൽ ഏത് റോഡിലൂടെ പോയാലും എവിടേക്കും എത്തില്ല. അപ്പോൾ പ്ലാനിങ് പ്രൊവൈഡ്സ് ഡയറക്ഷൻ. പ്ലാനിങ് ആണ് നമുക്ക് ഒരു ദിശ, എവിടേക്കാണ് പോകേണ്ടത് എന്നുള്ള ദിശ നൽകുന്നത്. രണ്ടാമത്തെ പ്ലാനിങ് കൊണ്ടുള്ള പ്രയോജനം അല്ലെങ്കിൽ പ്ലാനിങ് കൊണ്ടിൻ്റെ പ്രാധാന്യം, പ്ലാനിങ് റെഡ്യൂസസ് അൺസെർട്ടനിറ്റി. പ്ലാനിങ് അനിശ്ചിതത്വം കുറക്കുന്നു. എന്ന് പറഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരവസ്ഥ ഉണ്ടാവില്ല. ഒരു സ്ഥാപനത്തിൽ എന്താണ് ചെയ്യേണ്ടത്, ഇനി എന്ത് ചെയ്യണം എന്നുള്ളൊരു പ്രശ്നം ഉണ്ടാവില്ല. കാരണം പ്ലാനിങ്ങിലൊക്കെ തീരുമാനിച്ച് വെച്ചിട്ടുണ്ടാവും. പ്ലാനിങ്ങിൽ നമ്മൾ ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, എങ്ങോട്ടാണ് പോകേണ്ടത് എന്നുള്ളൊരു അനിശ്ചിതത്വം, അൺസെർട്ടനിറ്റി, ഉറപ്പില്ലാത്ത അവസ്ഥ, അതൊരിക്കലും ഉണ്ടാവില്ല പ്ലാനിങ് ഉണ്ടെങ്കിൽ. വിത്ത് ദ ഹെൽപ്പ് ഓഫ് പ്ലാനിങ് an enterprise can predict future events and make due provisions for them. നമുക്ക് നമ്മുടെ പ്ലാനിങ് ഉണ്ടെങ്കിൽ നമുക്ക് ഭാവിയിൽ എന്ത് സംഭവിക്കും എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. മൂന്നാമത്തെ പ്ലാനിങ് കൊണ്ടുള്ള പ്രയോജനം, പ്ലാനിങ് റെഡ്യൂസസ് ഓവർലാപ്പിംഗ് ആൻഡ് വേസ്റ്റ്ഫുൾ ആക്ടിവിറ്റീസ്. പ്ലാനിങ് എന്നുള്ളത് റെഡ്യൂസസ്, കുറക്കുന്നു, ഓവർലാപ്പിംഗ്, കവിഞ്ഞ് കിടക്കുന്ന പ്രവർത്തനങ്ങൾ, വേസ്റ്റ്ഫുൾ ആക്ടിവിറ്റീസ്. അപ്പോൾ ആസൂത്രണം എന്ന് പറയുന്നത് കവിഞ്ഞ് കിടക്കുന്നതും വ്യർത്ഥവുമായ പ്രവർത്തനങ്ങൾ കുറക്കും. പ്ലാനിങ് ഉണ്ടോ, കവിഞ്ഞ് കിടക്കുന്നതും വ്യർത്ഥവുമായ പ്രവർത്തനങ്ങൾ, ബിസിനസ് സ്ഥാപനത്തിലെ പ്രവർത്തനങ്ങൾ, അനാവശ്യമായ പ്രവർത്തനങ്ങളൊന്നും ഉണ്ടാവില്ല എന്നർത്ഥം. പ്ലാനിങ് കോർഡിനേറ്റ്സ് ദി ആക്ടിവിറ്റീസ് ഓഫ് ഇൻഡിവിജ്വൽസ് ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഇൻ എൻ ഓർഡർലി മാനർ. പ്ലാനിങ് നമ്മുടെ സ്ഥാപനത്തിലെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ അല്ലെങ്കിൽ വിവിധ ആളുകളുടെ പ്രവർത്തനങ്ങളൊക്കെ ഏകോപിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകും. കൃത്യമായൊരു രീതിയിൽ ഏകോപിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകും. ഇതിനോട് ഓർഡർലി മാനർ, ഒരു കൃത്യമായ രീതിയിൽ നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിനുള്ളിലുള്ള വ്യക്തികളുടെയും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളെ ഒരേ ദിശയിലേക്ക് ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകും. വിച്ച് വിൽ ഹെൽപ്പ് ടു അവോയ്ഡ് വേസ്റ്റ്ഫുൾ ആക്ടിവിറ്റീസ്. അപ്പോൾ എല്ലാവരുടെയും പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് കൊണ്ടുപോകുമ്പോൾ എന്താണ്, വേസ്റ്റ്ഫുൾ ആയിട്ടുള്ള, അനാവശ്യമായിട്ട് വ്യർത്ഥമായ പ്രവർത്തനങ്ങൾ ഉണ്ടാവില്ല എന്നർത്ഥം. അപ്പോൾ പ്ലാനിങ് ഉണ്ടെങ്കിൽ ഓവർലാപ്പിംഗ് ആയിട്ടുള്ള പ്രവർത്തനങ്ങളോ എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ഒരു പ്രവർത്തനങ്ങൾ തന്നെ പല ഡിപ്പാർട്ട്മെൻറ്റുകൾ ചെയ്യാം, അത് ഓവർലാപ്പിംഗ് ആണ്. ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യേണ്ട പ്രവർത്തനം ഒരു 3-4 ഡിപ്പാർട്ട്മെൻറ്റ് ഒരുമിച്ച് ചെയ്താൽ, ഒരാൾ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്താൽ മതി. 3-4 ഡിപ്പാർട്ട്മെൻറ്റുകൾ ഒരുമിച്ച് ചെയ്താൽ എന്താ, ബാക്കിയുള്ള 4 ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്താൽ ബാക്കിയുള്ള 3 ഡിപ്പാർട്ട്മെൻറ്റ് പ്രവർത്തനം വേസ്റ്റായി, ആവശ്യമില്ലാത്തായി. അപ്പോൾ ഇങ്ങനെ ഓവർലാപ്പിംഗ് ആയിട്ടോ വേസ്റ്റായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാവില്ല പ്ലാനിങ് ഉണ്ടെങ്കിൽ. കാരണം പ്ലാനിങ് എന്ത് ചെയ്യുന്നു, നമ്മൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റെയും ഏകോപിപ്പിച്ച് മുന്നോട്ട് വിടും. എല്ലാവരും ഒരുമിച്ച് എല്ലാവരുടെ പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കും. അപ്പോൾ ആരും വേറെ ആൾ ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യുന്ന വേറെ ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യില്ല. അതാണ് ഉദ്ദേശിക്കുന്നത്.
പിന്നെ നാലാമത് പ്ലാനിങ് പ്രൊമോട്ട്സ് ഇന്നൊവേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി. പ്ലാനിങ് ഇന്നൊവേഷൻ, നവീനതയും സർഗാത്മകതയും ഉണ്ടാക്കുന്നതാണ്. ഈ പ്ലാനിങ് എന്നുള്ള പ്രവർത്തനം നമ്മൾ പഠിച്ചു, അതൊരു ഇൻ്റലക്ച്വൽ പ്രോസസ്സാണ്, ഒരു ബുദ്ധിപരമായ പ്രക്രിയയാണ്. അപ്പോൾ ബുദ്ധി ഉപയോഗിച്ച് ചെയ്യുന്ന ചിന്തിക്കലാണല്ലോ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ. ചിന്തിക്കലാണ്, ചെയ്യുന്നതിന് മുമ്പ് ചിന്തിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മളെന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് അതിനെക്കുറിച്ച് നല്ലപോലെ ഒരുപാട് ചിന്തിക്കുമ്പോൾ എന്താണ്, നമ്മുടെ മനസ്സിൽ പുതിയ പുതിയ ഐഡിയകൾ, പുതിയ ഇന്നൊവേഷൻ എന്ന് പറഞ്ഞാൽ അതാണ്, നവീനമായ ഐഡിയകൾ ഉണ്ടാവും. അപ്പോൾ ചിന്തിക്കലാണ് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ, ചിന്തിക്കലാണ്. അപ്പോൾ ചിന്തിക്കുമ്പോഴാണ് ഇന്നൊവേഷൻ ഉണ്ടാകുക, പുതിയ ഐഡിയകൾ ഉണ്ടാകുക. അതുപോലെ ക്രിയേറ്റിവിറ്റി പറഞ്ഞാൽ മാനേജേഴ്സിൻ്റെ സർഗാത്മകത, പുതിയമ കണ്ടെത്താനുള്ള കഴിവ് വർദ്ധിക്കും. അപ്പോൾ പ്ലാനിങ് എന്ത് ചെയ്യുന്നു, പ്രൊമോട്ട്സ് ഇന്നൊവേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി. ആസൂത്രണം നവീകരണത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നാണ്. പിന്നീട് അടുത്ത അഞ്ചാമത്തത് പ്ലാനിങ് ഫെസിലിറ്റേറ്റ് ഡിസിഷൻ മേക്കിംഗ്. പ്ലാനിങ് തീരുമാനമെടുക്കുന്നതിന് സഹായിക്കുന്നു എന്നാണ്. തീരുമാനമെടുക്കാൻ സഹായിക്കുന്നു. പ്ലാനിങ് ഹെൽപ്സ് ഇൻ ഡിസിഷൻ മേക്കിംഗ് ബൈ സെലക്ടിങ് ദി ബെസ്റ്റ് ആൾട്ടർനേറ്റീവ് അമംഗ് ദി വേരിയസ് ആൾട്ടർനേറ്റീവ്സ്. അപ്പോൾ ഈ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലാനിങ് എന്ന് പറഞ്ഞാൽ വേറെ ഡെഫിനിഷൻ, ഹെൻറി ഫോർഡൊക്കെ ഡെഫിനിഷനിൽ എന്താ പറയുന്നത്, ബെസ്റ്റ് ആൾട്ടർനേറ്റീവ് എമംഗ് ദി വേരിയസ് ആൾട്ടർനേറ്റീവ്സ്. പല ബദലുകളിൽ നിന്ന്, പല ആൾട്ടർനേറ്റീവ്സിൽ നിന്ന് നമ്മളെന്തെങ്കിലും ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ അതിന് ഒരുപാട് ആൾട്ടർനേറ്റീവ്സ് നമ്മളുടെ മുമ്പിലുണ്ടാവും. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളൊരു ബിസിനസ് തുടങ്ങണം. ബിസിനസ് തുടങ്ങുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരുപാട് ആൾട്ടർനേറ്റീവ് ഉണ്ടാവും. ഒരു ഹോട്ടൽ തുടങ്ങണോ, ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് തുടങ്ങണോ, അല്ലെങ്കിൽ ഒരു ഫുട്വെയർ ഷോപ്പ് തുടങ്ങണോ, അല്ലെങ്കിൽ ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങണോ. ഇങ്ങനെ ഒരു ബിസിനസ്സിന് ഉണ്ടാകുമ്പോൾ നമ്മുടെ മുമ്പിൽ പല ആൾട്ടർനേറ്റീവ്സ് ഉണ്ട്, പല ബദലുകളുണ്ട്. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെക്കുറിച്ച് പഠിച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് ആൾട്ടർനേറ്റീവ്, ഏറ്റവും നമ്മുടെ കഴിവിനും പ്രാപ്തിക്കൊക്കെ അനുസരിച്ച് ഏറ്റവും നല്ലൊരു ബദലാണ് തിരഞ്ഞെടുക്കുക. അത് പ്ലാനിങ്ങിനാണ്. പ്ലാനിങ് ആണിത്. പല ആൾട്ടർനേറ്റീവ്സിൽ നിന്നും ഏറ്റവും നല്ല ആൾട്ടർനേറ്റീവ്സ്, നേരത്തെ പറഞ്ഞ പോലെ ടെക്സ്റ്റൈൽ ഷോപ്പ് തുടങ്ങണോ, സൂപ്പർ മാർക്കറ്റ് തുടങ്ങണോ, ഹോട്ടൽ തുടങ്ങണോ എന്നുള്ളതിൽ നിന്ന് നമുക്ക് ഏറ്റവും പറ്റിയത് തിരഞ്ഞെടുക്കുന്നു, ബെസ്റ്റ് ആൾട്ടർനേറ്റീവ് തിരഞ്ഞെടുക്കുന്നു. ആ തിരഞ്ഞെടുക്കലാണ് തീരുമാനമെടുക്കലിന് സഹായിക്കുന്നു. പറഞ്ഞാൽ ഇതൊരു തീരുമാനമെടുക്കലാണ്. ഏറ്റവും നല്ലത് തിരഞ്ഞെടുക്കുക എന്നുള്ളത് എന്താണ്, ഒരു തീരുമാനമെടുക്കലാണ്, ഡിസിഷൻ മേക്കിങ്ങാണ്. ആറാമത്തെ പ്രാധാന്യം, പ്ലാനിങ്ങോടുള്ള പ്രാധാന്യം എന്ന് പറയുന്നത്, പ്ലാനിങ് എസ്റ്റാബ്ലിഷ് സ്റ്റാൻഡേർഡ്സ് ഫോർ കൺട്രോൾ. പ്ലാനിങ് നിയന്ത്രണത്തിനാവശ്യമായ നിലവാരം നിശ്ചയിക്കുന്നതാണ്. സ്ഥാപനത്തെ നിയന്ത്രിക്കണം. പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ്. മാനേജ്മെൻറ്റിൻ്റെ ഏറ്റവും അവസാനത്തെ ഫസ്റ്റ് ഫങ്ഷൻ പ്ലാനിങ് ആണ്. ഏറ്റവും അവസാനത്തെ ഫങ്ഷനാണെന്ത്, കൺട്രോളിങ്. ഈ കൺട്രോളിങ് നടത്തണമെങ്കിൽ പ്ലാനിങ് വേണം. പ്ലാനിങ്ങിലാണ് നമ്മൾ നിലവാരം വെക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളൊരു ബിസിനസ് തുടങ്ങിയിട്ട് ഏറ്റവും നല്ല ആൾട്ടർനേറ്റീവ് നമ്മൾ തിരഞ്ഞെടുത്തു, ഇന്നതാ തുടങ്ങുന്നത് തിരഞ്ഞെടുത്തു. എന്നിട്ട് അതിൽ നമ്മൾ എത്ര വേണമെന്നുള്ള ഒരു നിലവാരം നിശ്ചയിക്കും. ഇപ്പോൾ ഒരു പഞ്ചസാര നിർമ്മിക്കുന്ന കമ്പനിയാണ്. പഞ്ചസാര നിർമ്മിക്കുന്ന കമ്പനിയാണെങ്കിൽ ഈ ഒരു മാസം വരുന്ന ഒരു മാസം 1000 ടണ്ണ് പഞ്ചസാര ഉൽപ്പാദിപ്പിക്കണം എന്നത് ഒരു നിലവാരമാണ്. 1000 ടൺ എന്നുള്ളത് ഒരു സ്റ്റാൻഡേർഡാണ്. 1000 ടൺ ഉൽപ്പാദിപ്പിക്കണം. 1000 ടണ്ണ് മാത്രമല്ല പറയാം, 1000 ടണ്ണ് ഉൽപ്പാദിപ്പിക്കണം. അതിന് സമയം പറയും 2 മാസം കൊണ്ട്, അല്ലെങ്കിൽ ഈ ഒരു മാസം കൊണ്ട്, ഒരു മാസത്തിൽ 1000 ടണ്ണ്. അതുപോലെ സമയം മാത്രം പറയാം, അതിൻ്റെ ചിലവും കൂടി പറയാം. 1 കോടി രൂപ. 1 കോടി രൂപ ചിലവിൽ ഒരു മാസം കൊണ്ട് 1000 ടണ്ണ് പഞ്ചസാര ഉൽപ്പാദിപ്പിക്കണം. ഇതൊരു നിലവാരം നിശ്ചയിക്കലാണ്, സ്റ്റാൻഡേർഡ് നിശ്ചയിക്കലാണ്. അപ്പോൾ സ്റ്റാൻഡേർഡ് ഇവിടെ പ്ലാനിങ്ങിലാണ് ഇത് ചെയ്യുക. ആസൂത്രണം നടത്തുമ്പോഴാണ് ഇതൊക്കെ തീരുമാനം ഉണ്ടാക്കുക. പ്ലാനിങ്ങിലാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഉണ്ടാക്കുക, എത്ര വേണം എന്നുള്ളത്. ആസൂത്രണം ചെയ്യുന്ന സമയത്ത് ആണ് ഒരു മാസം കൊണ്ട് 1 കോടി രൂപക്ക്, ഒരു ഉദാഹരണം പറയണം, ഒരു മാസം കൊണ്ട് 1 കോടി രൂപക്ക് 1000 ടണ്ണ് ഉൽപ്പാദിപ്പിക്കണം. ഇതൊരു സ്റ്റാൻഡേർഡാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു,
അങ്ങനെ ഒരു മാസം കഴിഞ്ഞിട്ട് നോക്കുകയാണ്. ഒരു മാസം കഴിഞ്ഞ് നോക്കുമ്പോൾ 1000 ടൺ ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ടോ? ഉണ്ട്, 1000 ടൺ ഉണ്ട്. ഒരു മാസം കൊണ്ടാണോ ഉൽപ്പാദിപ്പിച്ചത്? അതെ, ഒരു മാസം കൊണ്ടാണ് ഉൽപ്പാദിപ്പിച്ചത്. ചിലവ് 1,10,00,000 രൂപ ചിലവായി. അപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് വെച്ചത് 1 കോടി ചിലവ് എന്നാണ്. പക്ഷേ ചിലവായതോ 1,10,00,000. അപ്പോൾ 10,00,000 രൂപ കൂടുതൽ ചിലവഴിച്ചു. അപ്പോൾ നമുക്ക് അവിടെ എന്ത് ചെയ്യുന്നു, ആക്ച്വൽ പെർഫോമൻസ് ഒരു സ്റ്റാൻഡേർഡ് പെർഫോമൻസ് 1 കോടി രൂപ ചിലവായിരുന്നു. പക്ഷേ ആക്ച്വൽ പെർഫോമൻസ് എന്താണ്? 1,10,00,000 രൂപ ചിലവ്. അപ്പോൾ കൂടുതലാണ്. അപ്പോൾ ഇത് സ്റ്റാൻഡേർഡ് പെർഫോമൻസ് 1 കോടിയും ആക്ച്വൽ പെർഫോമൻസ് 1,10,00,000 തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ വ്യത്യാസം കണ്ടെത്തുന്നു. 1,10,00,000 രൂപ കൂടുതൽ ചിലവഴിച്ചു. അങ്ങനെ ഈ കണ്ടെത്തലാണ് എന്ത് ചെയ്യുന്നു, ഈ കണ്ടെത്തിയിട്ട് പിന്നെ അതിന് മാനേജ്മെൻറ്റ് അതിനാവശ്യമായ ഈ ചിലവ് കുറക്കാനുള്ള നടപടികൾ സ്വീകരിക്കും, കറക്റ്റീവ് മെഷേഴ്സ്. അപ്പോൾ ഇങ്ങനെ ആക്ച്വലും യഥാർത്ഥത്തിലുള്ള പെർഫോമൻസും സ്റ്റാൻഡേർഡ്, നമ്മൾ ആദ്യം സ്റ്റാൻഡേർഡ് 1 കോടി രൂപ ചിലവ് സ്റ്റാൻഡേർഡ് പറഞ്ഞത്, ഇത് തമ്മിലുള്ള കമ്പാരിസനെയാണ് നമ്മൾ കൺട്രോളിങ് ആണ്. അപ്പോൾ ഈ കൺട്രോളിങ്ങിന് ആവശ്യമായ സ്റ്റാൻഡേർഡ് എന്തായിരുന്നു? ഒരു മാസം കൊണ്ട് 1 കോടി രൂപ ചിലവിൽ 1000 ടൺ ഉൽപ്പാദനം, ഇതായിരുന്നു സ്റ്റാൻഡേർഡ്. ഈ സ്റ്റാൻഡേർഡ് പ്ലാനിംഗ് ആണ് നൽകുന്നത്. അപ്പോൾ പ്ലാനിംഗ് എസ്റ്റാബ്ലിഷസ് സ്റ്റാൻഡേർഡ്സ് ഫോർ കൺട്രോളിന് ആവശ്യമായ സ്റ്റാൻഡേർഡ് പ്ലാനിംഗ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ 6 ഇമ്പോർട്ടൻസ് ആണ് ഉള്ളത്. ഇമ്പോർട്ടൻസ് ഒന്നുകൂടി ഓടിച്ച് ശ്രദ്ധിക്കുക. പ്ലാനിംഗ് പ്രൊവൈഡ്സ് ഡയറക്ഷൻ, പ്ലാനിംഗ് ആസൂത്രണം, പിന്നെ ഒരു ദിശ നൽകുന്നു. പ്ലാനിംഗ് റെഡ്യൂസസ് അൺസർട്ടിറ്റി, പ്ലാനിംഗ് അനിശ്ചിതത്വം കുറക്കുന്നു. പ്ലാനിംഗ് റെഡ്യൂസസ് ഓവർലാപ്പിംഗ് ആൻഡ് വേസ്റ്റ്ഫുൾ ആക്ടിവിറ്റീസ്, ആസൂത്രണം കവിഞ്ഞു കിടക്കുന്നതും വ്യർത്ഥവുമായ പ്രവർത്തനങ്ങൾ കുറക്കുന്നു. പ്ലാനിംഗ് പ്രൊമോട്ട്സ് ഇന്നൊവേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി, പ്ലാനിംഗ് നവീകരണത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. പ്ലാനിംഗ് ഫെസിലിറ്റേറ്റ്സ് ഡിസിഷൻ മേക്കിംഗ്, പ്ലാനിംഗ് തീരുമാനമെടുക്കുന്നതിന് സൗകര്യമൊരുക്കുന്നു. പ്ലാനിംഗ് എസ്റ്റാബ്ലിഷസ് സ്റ്റാൻഡേർഡ്സ് ഫോർ കൺട്രോൾ, നിയന്ത്രണത്തിനുള്ള നിലവാരം നിശ്ചയിക്കുന്നു. ഇത്രയും പോയിൻ്റുകളാണ് നമ്മൾ ഇമ്പോർട്ടൻസ് ഓഫ് പ്ലാനിംഗ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്.